ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഗൈസ്, അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ കോളേജിൽ പോയിട്ട് കോളേജ് വ്ലോഗാണ് ഇന്നത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇപ്പോൾ സമയം 8 മണിയായിട്ടുണ്ട്. എനിക്കൊരു സ്ഥലം വരെ പോകണം. അപ്പോൾ അവിടെ പോയിട്ട് ഒരു 9 മണിയാകുമ്പോൾ നമുക്ക് കോളേജിൽ കയറാം. കോളേജിൽ കയറിയിട്ട് ഉള്ള വ്ലോഗായിരിക്കും ഈ വ്ലോഗ്. അപ്പോൾ ഈ വർഷത്തെ ആദ്യത്തെ വ്ലോഗാണ് നമ്മുടെ ഈ കോളേജ് വ്ലോഗ്. അപ്പോൾ നേരെ കോളേജിൽ പോയിട്ട് കാണാവേ. ഗൈസ്, അങ്ങനെ കോളേജിലെത്തി. കുറച്ച് നേരത്തെ ആയിപ്പോയി. 9 മണിക്ക് മുമ്പ് എത്തി. ഒരു 9:30 ആകുമ്പോഴാണ് ക്ലാസ് തുടങ്ങാൻ. അതുവരെ വെയിറ്റ് ചെയ്യണം. ആരും വന്നില്ല. ഇന്നത്തെ ദിവസം മുഞ്ചിയോ എന്നൊരു ഡൗട്ട് ബേസ് ധാരാളം നോക്കി ഒരെണ്ണം മാത്രം. ഗൈസ്, അങ്ങനെ ഉച്ചവരെ ക്ലാസ് ഉണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി നോക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കണം. അതായത് നമ്മുടെ കോളേജിൻ്റെ അടുത്ത് ഒരു കോളേജിൽ വണ്ടി നമ്മൾ ടൂറിന് പോണ അതേ ബസ്സിലാണ് അവർ പോണത്. അപ്പോൾ വണ്ടി കാണാൻ വേണ്ടി വണ്ടി നോക്കാൻ പോവുകയാണ് കേട്ടോ. ഇത് ലൈവ് അല്ല കേട്ടോ. ഇത് നമ്മൾ എന്തായാലും നമ്മൾ ടൂർ പോയിട്ടൊക്കെ ആയിട്ടായിരിക്കും ഈ വ്ലോഗ് കാരണം. എന്തായാലും അതിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. ഇപ്പം തന്നെ 2 മണിയായി. 2 മണിയാകുമ്പം അവർ വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ ഒരു ചെറിയൊരു കോളേജാണ് കേട്ടോ. ഈ ഒരു കോളേജിൽ നിന്നാണ് നമ്മൾ പോണ ബസ് പറഞ്ഞാൽ പോണ പിള്ളേർ അവിടത്തേക്കാണ്. അമ്മമാരാണ് എന്നെ വിളിച്ചോണ്ട് വന്നത്. ഓക്കെ, അപ്പോൾ വണ്ടി വരണ വരെ വെയിറ്റിംഗ് ആണ്. സമയം 3 മണിയായിട്ടുണ്ട്. വരട്ടെ. ഇതാണ് കോളേജ് കേട്ടോ. ഇപ്പോൾ ഞാൻ കോളേജാണ് ഇങ്ങനെ. അപ്പോൾ ഇവിടെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അതാണ് ഇന്നത്തെ മെയിൻ പ്രോഗ്രാം. മെയിനായിട്ട് ടൂറിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ടും ഇവിടെ കോളേജിൽ വന്നേക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഓരോ വിഷ്വൽസ് കാണാം. വരനെ ആവശ്യമുണ്ട് ഈ ഒരു പെണ്ണിന്. ഇതിനേക്കാൾ ലുക്ക് ഉണ്ട്. അത് സത്യം. നീ എനക്കാലും ജനിക്കാതിരിക്കുന്നവര്. ആ എരണം കെട്ടവനോട് ചിലക്കാണ്ടിരിക്കാൻ പറ. എന്ത് നല്ല കാര്യം പറഞ്ഞാലും അവൻ ഉടക്കുണ്ടാക്കും. പൂളും താങ്കരിയ ഇത് കണ്ടില്ലേ? 3 രൂപ വെച്ചോട്ടല്ലേ ബാങ്കിൽ. എന്തെങ്കിലും മാറ്റം ഉണ്ടോ? അതേ ഉള്ളൂ. ചുമ്മാ പല്ലോടെ പോയി. എവിടെ കമ്പിയില്ലല്ലോ. നിനക്ക് കോപ്പറേറ്റ് ഇന്നലത്തെ വ്ലോഗ് കണ്ടാ മതി. ഇന്നലത്തെ പോയെന്റെ കൊറേ മിസ്സിംഗ് ആണ് കേട്ടോ. ഞാൻ കൊറേ കട്ടി തിളങ്ങി. ഇതൊക്കെ വരല്ലേ. ഞാൻ ഇങ്ങനെ കണ്ടതെങ്ങനെ, എന്റെ അമ്മ ഇടത് സൈഡ്, അനിയത്തി വലത് സൈഡ് ഇരുന്ന് കണ്ടോ? വീട്ടിലേക്ക് ഇരുന്ന് ഞാനിവിടെ. ഫാമിലി ഫ്രണ്ട്ലി ആണോ ബ്രോ നിന്റെ ചാനൽ? എന്ത് ചെയ്യും? അതുകൊണ്ടാണ് ഞാൻ കൊറേ ഭാഗം കട്ട് ചെയ്ത് കളയണത്. എന്റെ കൊറേ വീഡിയോസ് ഞാൻ വരക്കണം, അതെല്ലാം കട്ട് ചെയ്ത് കളയും. ഫാമിലി വ്ളോഗ്സിന് വേണ്ടി മാത്രമാണ് ഞാൻ ചെയ്യണം. അത് വേറൊരു പെണ്ണ്. ഫസ്റ്റ് ഇയറിലെ നമ്മുടെ ഫസ്റ്റ് ഇയർ ഓണത്തിന്റെ ഇത് ഭയങ്കര രസമുള്ള കാര്യമാണ്. പിന്നെ ഇടയ്ക്ക് നമ്മൾ കഴിഞ്ഞ ഓണത്തിന്റെ അതൊക്കെ ഞാൻ എടുത്തിട്ട് കാണും. ഞാൻ ഉണ്ടല്ലോ ഞാൻ ഇല്ലാത്തോണ്ട് 15 ജിഷാൽ വ്ളോഗ് അക്ഷയ് വ്ളോഗറായി. പക്ഷേ ഞാൻ പെൺപിള്ളേർ ഇതേപോലെ പോയി സംസാരിക്കാറില്ലായിരുന്നു. എന്തോന്ന് ഇതേപോലെ എന്തോന്ന് നീ കാണിച്ചത് പോലെ എന്തോന്ന് ഞാൻ എല്ലാവരും റിവ്യൂ അല്ലേ ചോദിച്ചു ഓണം അങ്ങനെയെന്ന്. അത് പിന്നെ ഞാൻ 2 ആണുങ്ങളെടുത്ത് റിവ്യൂ ചോദിക്കട്ടെ. ഒരുത്തൻ ചിരിക്കണ്, മറ്റൊരുത്ത മിണ്ടായിരിക്കണത്. അപ്പം അടുത്തെനിക്ക് ഞാൻ പോയി എടാ കാണുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും എക്സ്പ്രഷൻ കണ്ടേ, അതുകൊണ്ട് എക്സ്പ്രഷൻ ഉള്ള ആൾക്കാരോട്. പിന്നെ വഴി വല്ല അറിയാൻ കൊണ്ടും പെണ്ണുങ്ങളുണ്ട്, ആണുങ്ങളില്ല. എന്തോടാ എന്റെ കണ്ണിലാണ് കാണാൻ പറ്റുന്നില്ല. അതെ അതെ, കണ്ണടച്ചിട്ടല്ലേ നീ സംസാരിക്കുന്നത്. പിന്നെ മിണ്ടായി. ഗൈസ്, അപ്പോൾ ഇപ്പം ഉള്ള ഒരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. അതായത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് എത്ര GPL ഉണ്ടെന്ന് ചോദിച്ചു നോക്കാം.
എത്ര പൈസ ഉണ്ടതായിരിക്കും? നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. കാക്കനാട് സെന്റ് ഒന്നിന് വെറും 30,000 രൂപ വെച്ച് 500 ഏക്കർ സ്ഥലം സർക്കാർ ഏറ്റെടുത്ത് മിസ്റ്റർ മോഹൻദാസിന്റെ കമ്പനിക്ക് കൈമാറുമ്പോൾ സ്ഥലവിലയിൽ മാത്രം നിങ്ങളുണ്ടാക്കുന്ന ലാഭം 350 കോടി രൂപ. അതിൽ 250 കോടി ഞങ്ങൾക്ക്, 100 കോടി നിങ്ങൾക്ക്. హర మహారాజ్, హర మహారాజ్. అరే లేదు, పైస లేదు. പിന്നെ ഇന്ന് മെയിനായിട്ട് വന്നത് കോളേജിൽ ടൂറിൻ്റെ ക്യാഷും കാര്യങ്ങളൊക്കെ പിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതൊക്കെ കുറച്ച് പിരിച്ചതിന് ശേഷം നമ്മളൊരു ചെറിയൊരു പ്രൊമോ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ടൂറൊക്കെ പോവുകയില്ലേ, അതിന് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു പ്രൊമോ വീഡിയോ. അങ്ങനെ വലിയ മാസമായിട്ടല്ല, ചെറിയൊരു മാസ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്യാനായിട്ട് പോണേ. അപ്പോൾ നമ്മൾ മാസ് കാണിച്ചാൽ ചിലപ്പോൾ കോമാളിത്തരം ആവാം. അതുകൊണ്ട് നമ്മൾ എഡിറ്റിങ്ങിൽ പിടിക്കാമെന്നും പറഞ്ഞ് നമ്മൾ കുറേ വീഡിയോ ക്ലിപ്പൊക്കെ ഷൂട്ട് ചെയ്തു, കുറേ ഡിലീറ്റ് ചെയ്തു. അതോടൊപ്പം തന്നെ ആവശ്യമില്ലാത്ത ഓരോ ക്ലിപ്പുകളാണ് ഞാൻ എടുത്ത് ഈ വ്ളോഗിൻ്റെ ഇടയിൽ ആക്കിയിരിക്കുന്നത്. അതോടൊപ്പം നല്ല ക്ലിപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ.